ആരോടും പറയരുത് എന്നും പറഞ്ഞ ഒരു കാര്യം ഇനി അറിയാൻ ആരും ബാക്കിയില്ല. ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ കൂടെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കി. ഇവരാണ് വിശ്വാസവഞ്ചകർ. ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയൊരിക്കലും ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന മുന്നറിയിപ്പ്. ഇനി അതല്ല, വീണ്ടും അവരെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പെർമിഷനാണ്. പെരുമാറ്റവും സംസാരം ഒക്കെ മാറിയതുപോലെ തോന്നും. നല്ലവരായിട്ട് അഭിനയിക്കും, മാപ്പ് പറയും. പക്ഷേ ഒന്നോർത്തോ, പാമ്പ് എത്ര പ്രാവശ്യം തോലുരിച്ചാലും അതിൻ്റെ വിഷം കുറയില്ല. അതുപോലെ തന്നെയാണ് ഇവരും. സാഹചര്യം വരുമ്പോൾ അവരവരുടെ തനിനിറം പുറത്തെടുക്കും. തുടക്കത്തിൽ ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങളോട്. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ് എന്ന് തോന്നിപ്പിക്കും. ഈ സ്നേഹപ്രകടനം നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ഇവരുടെ ഈ പെരുമാറ്റമാണ്. സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞവർ. നിങ്ങളവരെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു മനസ്സിലാക്കും. പേഴ്സണലായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എപ്പോഴെങ്കിലും നിങ്ങളോട് അവർക്കൊരു ഇഷ്ടക്കേട് തോന്നിയാൽ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച ലാഭം നിങ്ങളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ, നിങ്ങൾ അവരോട് പറഞ്ഞതെല്ലാം അവർ മറ്റുള്ളവരോട് പറയും. പാലിൽ കലക്കിയ വിഷം പോലെയാണ് ഇങ്ങനെയുള്ളവർ. തിരിച്ചറിയാൻ പാടാണ്. ഉറ്റ സുഹൃത്തുക്കളാണെന്ന് കരുതി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പങ്കുവെക്കരുത്. നല്ലൊരു സുഹൃത്ത് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കും. പക്ഷേ അസൂയയുള്ളവർക്ക് നിങ്ങളുടെ വിജയം അവരുടെ പരാജയമായിട്ടാണ് തോന്നുക. നിങ്ങളുടെ വളർച്ച മാനസികമായി അംഗീകരിക്കാൻ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. അവന് മാത്രം ഇതൊക്കെ സാധിച്ചു, എനിക്കെന്തേ പറ്റിയില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ ഉറക്കം കളയും. നിങ്ങളൊരു വണ്ടി വാങ്ങിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്നോ നിങ്ങളുടെ ഫ്രണ്ടിനോടൊന്ന് പറഞ്ഞു നോക്ക്. ആ സമയത്ത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും. പറയുമ്പോൾ അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ കണ്ണിൽ ആ സന്തോഷം ഉണ്ടാവില്ല. അസൂയുള്ളവർ പുറത്തേക്ക് സുഹൃത്തുക്കളായിട്ട് തോന്നും. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ വിജയവും വളർച്ചയും അവർക്ക് സഹിക്കാൻ കഴിയില്ല. ചിലർക്ക് എവിടെ എപ്പോൾ എന്ത് പറയണം എന്നറിയില്ല. ജീവിതത്തിൽ അച്ചടക്കമില്ലാത്തവരായിരിക്കും ഇങ്ങനെയുള്ളവർ. ഒരാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അയാളുടെ വ്യക്തിത്വം എന്താണെന്ന്. നിങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയുള്ളവരുമായി പങ്കുവെച്ചാൽ ഇവരത് ഒരു സാധാരണ സംസാരം പോലെ മറ്റുള്ളവരോട് പറയും. അതൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനുകളായിരിക്കാം. നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്ന് കരുതി ചെയ്യുന്നതല്ല ഇവരിത്. പക്ഷേ ഇവരുടെ ഈ സ്വഭാവം കാരണം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ ശത്രുവിനേക്കാൾ വേഗത്തിൽ നിങ്ങളെ തകർക്കാൻ ഇവർക്ക് കഴിയും. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോ, നിങ്ങളുടെ രഹസ്യവും അയാൾ മറ്റുള്ളവരോട് പറയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. താൻ വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കൂടെയുള്ളവർ വളരരുത് എന്ന് ചിന്തിക്കുന്നവർ. ഏറ്റവും അപകടകാരികളാണ് ഇങ്ങനെയുള്ളവർ. സാധാരണ അസൂയുള്ളവർ തനിക്ക് കിട്ടിയില്ലല്ലോ ആ നേട്ടം എന്നാണ് ചിന്തിക്കുക. പക്ഷേ ഈ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർ താൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ കൂടെയുള്ളവർ ഒരിക്കലും ജയിക്കരുത് എന്ന് വാശിയുള്ളവരാണ്. മാനസികമായി നിങ്ങളെ തകർക്കണം, അതാണ് ഇവരുടെ ലക്ഷ്യം. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പടിപടിയായി അവർ തകർക്കും. നെഗറ്റീവ് സൗഹൃദങ്ങൾ കൂടെയുണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്കും ആ നെഗറ്റിവിറ്റി പടരും.
പറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തുന്നവരാണ് ഈ സൗഹൃദങ്ങൾ. തരംതാണ ഇടുങ്ങിയ ചിന്താഗതിയുള്ള സൗഹൃദങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉപേക്ഷിച്ചേക്ക്. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കും. ഈ 5 സ്വഭാവ ഗുണങ്ങൾ ഉള്ളവർ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും അവരെ അടുപ്പിക്കരുത്. ഇനി അകറ്റി നിർത്താൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു കയ്യകലത്തിൽ അവരെ നിർത്താൻ ശീലിച്ചേക്ക്. പലരും തെറ്റായ സൗഹൃദങ്ങൾ തുടരുന്നത് ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാണ്. പക്ഷേ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങളെ സ്വയം മനസ്സിലാക്കാനും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും സഹായിക്കും. തെറ്റായ സുഹൃത്തുക്കൾ ഒരു സ്ലോ പോയിസൺ പോലെയാണ്. അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തല്ലിക്കെടുത്തും, നിങ്ങളുടെ മൂല്യങ്ങൾ തകർക്കും. അവർ നിങ്ങളെ ഒരു പരാജയമാക്കി മാറ്റും. തെറ്റായ ഒരു സുഹൃത്തിന് നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. യഥാർത്ഥ സൗഹൃദങ്ങൾ നിങ്ങളുടെ ചിറകുകളാണ്. നിങ്ങൾ വീഴുമ്പോൾ താങ്ങാനും നിങ്ങൾ വളരുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിക്കാനും അവർക്ക് കഴിയും. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വീഴുമ്പോൾ അവരിൽ ഒരാളെങ്കിലും ഉണ്ടാവുമോ കൈപിടിച്ച് ഉയർത്താൻ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇനി ആരുമില്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കണം. തെറ്റായ ഒരാളുടെ കൂടെ നടന്ന് വഴി തെറ്റുന്നതിനേക്കാൾ നല്ലത് ശരിയായ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.